അപ്പം അമ്മ വീട്ടിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. അംഗനവാടിക്ക് 2-3 ദിവസം ഞാൻ അവധി കൊടുത്തു. ഉണ്ണിമണിക്ക് സന്തോഷമായി. മമ്മി അപ്പോൾ മീൻകറി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അമ്മാമ്മയും മോളും കൂടിയിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത്. കോഴിച്ചാത്തലും പൂച്ചയൊക്കെ എത്തി നോക്കുന്നുണ്ട് അവിടെ വന്നിട്ട്. ഒരു പൂച്ച മതിലിൻ്റെ മുകളിൽ നിന്ന് കുറേ നേരമായി മീനിൻ്റെ മണം കേട്ടപ്പോൾ തൊട്ട് എത്തി നോക്കിയിരിക്കുന്നത്. അവിടെ നനങ്ങിയിട്ടില്ല. ഇനി മമ്മിയുടെ മീൻകറി ഉണ്ടാക്കുന്നത് നോക്കാം. ഹെൽപ്പറായിട്ട് അവളുണ്ട് കൂടെ. നാളികേരം ചെറുകുമ്പോൾ അത് ബുള്ളറ്റാന്ന് പറഞ്ഞിട്ട് പിന്നിലിരുന്നിട്ട് ശബ്ദം ഉണ്ടാക്കലാണ് അവളുടെ പണി. മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. മീൻ കറി എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അവൾക്ക് ഇഷ്ടമാണ് ഉണ്ണിക്ക്. അത് കാരണം ഞാൻ കൂടുന്നത് മാത്രം. വേപ്പില പൊട്ടിക്കൽ എൻ്റെ ജോലിയാണ്. ഇത് മാത്രം എൻ്റെ ജോലിയുള്ളൂ കേട്ടോ. പിന്നെ നാളികേരം ചിരകി അതിലുപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ച് മമ്മി സവാളയും ഇഞ്ചിയും മുളകൊക്കെ അരിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കാണ് ഈ അരപ്പ്, തേങ്ങയുടെ അരപ്പ് ഒഴിക്കുക. ഇനി അത് അടുപ്പത്ത് കയറ്റും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മീനൊക്കെ ഇടും. ഇളക്കൊക്കെ കൊടുത്ത് മീനൊക്കെ ഇടും. ഉണ്ണിമണി അതിൻ്റെ ഇടയിൽ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. വെള്ളം വേണം, അത് വേണം എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിനിടയിൽ മീൻ വറക്കൽ നടക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവൾ പിണങ്ങിപ്പോയി. അവൾക്ക് ഉണ്ടാക്കാൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ പിണങ്ങിപ്പോയി. ഇപ്പോൾ വരും കുറച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട്. മീനുകൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. കളിച്ചോണ്ടിരിക്കട്ടെ. മീൻ നമുക്ക് നേരെ ആകുമ്പോൾ കഴിക്കാം. ടേസ്റ്റ് ചെയ്യാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവൾ അതിൻ്റെ മുകളിൽ കയറി നക്കി നോക്കുന്നുണ്ടില്ലേ. സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ചിക്കൻ പറയുന്നുണ്ട്. അവൾക്കത് കഴിഞ്ഞപ്പോൾ മുട്ട വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മുട്ട ഉണ്ടാക്കി. അതും ഞാൻ ഉണ്ടാക്കി. മീൻകറി അമ്മ ഉണ്ടാക്കി. ചോറിനാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ചോറ് അവൾക്ക് കൊടുത്തു. ഇതിപ്പോൾ തന്നെയൊക്കെ തിന്നുണ്ട്. അംഗനവാടിയിൽ പോയി തുടങ്ങിയപ്പോൾ തന്നെയൊക്കെ തിന്ന് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഇതൊന്നും നടക്കില്ല. ചില നേരത്ത് തോന്നിയൊക്കെ തന്നെ തിന്നും. ഇല്ലെങ്കിൽ ഫോണൊക്കെ വേണം അവൾക്ക്. കാർട്ടൂണൊക്കെ വയ്ക്കണം. എന്നിട്ടൊക്കെയാണ് തിന്നും. ഇനി ഇപ്പം എന്താ പറ്റിയെന്ന് അറിയില്ല. ഇപ്പം അപ്പാപ്പനൊക്കെ തിന്നാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അത് കാരണം കൂട്ടത്തിലിങ്ങനെ ഇന്ന് കഴിക്കണമെന്ന് മാത്രം. കഴിച്ചിരിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല. മമ്മി അവിടെ നിന്ന് പറയുന്നുണ്ട് മുള്ളൊക്കെ മാറ്റി കൊടുത്തിട്ട് നീ കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. മമ്മി വന്നിട്ട് മുള്ള കളഞ്ഞിട്ട്